പദത്തിൽ നിന്ന് രണ്ടാം സ്ഥാനത്തേക്ക് എത്തി നയൻതാര. ഏപ്രിൽ മാസത്തിൽ മുന്നിലുണ്ടായിരുന്ന നയൻതാര മെയ് മാസം രണ്ടാം സ്ഥാനത്തേക്ക് എത്തി എന്നാണ് റിപ്പോർട്ടുകൾ. നയൻതാരയെ പിന്തള്ളി നടി തൃഷയാണ് നായികാ താരങ്ങളിൽ ഒന്നാമതെത്തിയത്. മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച് പിന്നീട് തമിഴകത്ത് പേരും പ്രശസ്തിയും ഉറപ്പിച്ച നടിയാണ് നയൻതാര. കോളിവുഡിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്ന നയൻതാരയ്ക്ക് നിരവധി ആരാധകരാണുള്ളത്. എന്നാൽ ആ സ്ഥാനത്തിനാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത്. മെയിലെ ഓർമാക്സ് മീഡിയയുടെ തമിഴ് താരങ്ങളുടെ പട്ടികയിലാണ് തൃഷ ഒന്നാമതെത്തിയത്. മണിരത്നം സംവിധാനം ചെയ്ത പൊന്നിയിൻ സെൽവനിലൂടെ തൃഷയ്ക്ക് ലോകമെമ്പാടും ആരാധകരെ സമ്പാദിക്കാനായിട്ടുണ്ട്. നിലവിൽ തൃഷ നായികയായി തമിഴിൽ നിരവധി സിനിമകളുടെ ചിത്രീകരണം പുരോഗമിക്കുന്നുണ്ട്. സംവിധായകൻ മകിഴ് തിരുമേനിയുടെ വരാനിരിക്കുന്ന ചിത്രം വിടാമുയർച്ചയിൽ തൃഷയാണ് നായിക. അജിത്താണ് സിനിമയിൽ നായകനാകുന്നത്. സിനിമയുടെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് നേടിയപ്പോൾ ഓഡിയോ റൈറ്റ്സ് സോണി മ്യൂസിക്കും സൗത്ത് സാറ്റലൈറ്റ് സൺ TVയുമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. തമിഴകത്ത് ജനപ്രീതിയിൽ മുന്നിലുള്ള നായികാ താരങ്ങളിൽ മൂന്നാം സ്ഥാനത്ത് സമാന്തയാണ്. നാലാം സ്ഥാനത്ത് കീർത്തി സുരേഷും. കീർത്തി സുരേഷ് വേഷമിട്ടതിൽ സൈറനാണ് ഒടുവിൽ പ്രദർശനത്തിനെത്തിയത്. ജയൻ രവി നായകനായി എത്തിയ ചിത്രത്തിൽ നടി കീർത്തി സുരേഷ് പോലീസ് കഥാപാത്രമായിരുന്നു അവതരിപ്പിച്ചത്. തൊട്ടുപിന്നിൽ തമന്നയാണ്. ആറാം സ്ഥാനത്ത് പ്രിയങ്ക മോഹനും താരങ്ങളിൽ ജനപ്രീതിയിൽ ഏഴാമത് ജ്യോതികയും എത്തിയിരിക്കുന്നു. എട്ടാമത് സായ് പല്ലവിയാണ് തമിഴ് താരങ്ങളിൽ എത്തിയിരിക്കുന്നത്. രശ്മിക മന്ദാന 9ാം സ്ഥാനത്തും ശ്രുതി ഹസൻ തമിഴ്നാട്ടിൽ 10ാമതും എത്തിയിരിക്കുന്നുവെന്നാണ് ഓർമാക്സ് മീഡിയയുടെ റിപ്പോർട്ട്. അതേസമയം നയൻതാര ഇപ്പോഴും താരമൂല്യത്തിൽ മുന്നിലാണ്. മലയാള സിനിമയിൽ നിന്ന് ആരംഭിച്ച നയൻസ് തമിഴകത്ത് ഏറ്റവും താരമൂല്യമുള്ള നായികയായി മാറുകയായിരുന്നു. നയൻതാര ഇപ്പോൾ ഗ്ലാമറസ് വേഷങ്ങൾ ചെയ്യാറില്ല. പ്രമോഷൻ ഇവന്റുകളിൽ പങ്കെടുക്കാറില്ല. സാധാരണ വിവാഹം കഴിഞ്ഞാൽ മാർക്കറ്റ് നഷ്ടമാകുമെങ്കിലും നയൻതാരയുടെ താരമൂല്യത്തിന് കുറവ് വന്നിട്ടില്ല. ഇനി നായികമാരെ നോക്കുമ്പോൾ ദളപതി വിജയ് തന്നെയാണ് മെയിലും തമിഴ് താരങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ളത്. കുറച്ചു മാസങ്ങളായി വിജയ് തന്നെയായിരുന്നു താരങ്ങളുടെ പട്ടികയിൽ ഒന്നാമത് എത്താറുള്ളത് എന്ന പ്രത്യേകതയുമുണ്ട്. വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു തമിഴ് താരമാണ് വിജയ് എന്നതാണ് മുന്നിലെത്താൻ ഗുണകരമായത്. ഏപ്രിലിൽ രണ്ടാം സ്ഥാനത്തെത്തിയ താരം തമിഴകത്തിന്റെ പ്രിയപ്പെട്ട നടൻ അജിത്ത് ആയിരുന്നു. മെയ് മാസത്തിലും അജിത്ത് തന്നെയാണ് തമിഴ് താരങ്ങളിൽ രണ്ടാം സ്ഥാനത്തുള്ളത്. വിടാമുയർച്ച എന്ന വരാനിരിക്കുന്ന ചിത്രം അജിത്തിൻ്റെതായി ആകാംക്ഷയോടെ തമിഴകം കാത്തിരിക്കുന്നതാണ് താരങ്ങളുടെ പട്ടികയിൽ സ്ഥാനം നിലനിർത്താൻ അജിത്തിനായത്. ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രവും നടൻ അജിത്തിൻ്റെതായിട്ടുള്ളതും ഓമാക്സ് മീഡിയയുടെ താരങ്ങളുടെ പട്ടികയിൽ മുന്നിലെത്താൻ സഹായിച്ചു. മൂന്നാം സ്ഥാനത്ത് തമിഴകത്തിന്റെ പ്രിയതാരം സൂര്യയാണ് എന്നത് അതിശയോക്തിയില്ലാത്ത ഒന്നാണ്. സംവിധായകൻ സിരുത്തൈ ശിവയുടെ വരാനിരിക്കുന്ന ചിത്രം കങ്കുവ പ്രേക്ഷകർക്ക് പ്രതീക്ഷകളുള്ളതാണ് താരത്തിന് പട്ടികയിൽ മുന്നിലെത്താൻ പിന്തുണയായത്. സൂര്യ വിവിധ കാലങ്ങളിലുള്ള കഥാപാത്രമായിട്ടും ചിത്രത്തിൽ എത്തുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ഗാനരംഗത്ത് 100-ലധികം ഡാൻസർമാർ ഉണ്ടാകുമെന്നും റിപ്പോർട്ടിലുണ്ട്. നാലാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് വേറിട്ട കഥാപാത്രങ്ങളാൽ വിസ്മയിക്കുന്ന നടൻ ധനുഷാണെന്നാണ് താരങ്ങളുടെ പട്ടികയിൽ നിന്ന് വ്യക്തമാകുന്നത്. തൊട്ടുപിന്നിൽ രജനീകാന്താണ് ഇടം നേടിയിരിക്കുന്നത്. ആറാമനായി ശിവകാർത്തികേയൻ മുന്നേറിയപ്പോൾ തമിഴ് താരങ്ങളിൽ 7ാമത് കമലഹാസനും 8ാമത് വിക്രമുമാണ്. 9ാം സ്ഥാനത്ത് വിജയ് സേതുപതിയാണ് താരങ്ങളുടെ പട്ടികയിലുള്ളത്. മെയിൽ അവസാന സ്ഥാനത്ത് എത്തിയ താരം കാർത്തിയാണെന്നാണ് റിപ്പോർട്ട്.